ക്ഷേമ പെൻഷൻ മലപ്പുറം പരാമർശങ്ങൾക്ക് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബക്രീൽ അവധി വിവാദവും ചർച്ചയാകുന്നു. പ്രഖ്യാപിച്ച അവധി മാറ്റിയത് ആരെങ്കിലും പ്രീണിപ്പിക്കാനാണോ എന്നാണ് മുസ്ലിം ലീഗിന്റെ ചോദ്യം. ഒരു ജനവിഭാഗത്തിനോടുള്ള പ്രതികാരമാണ് സർക്കാർ നിലപാടിന് പിന്നിലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം വിമർശിച്ചു. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. BJP-യേക്കാൾ സംഘപരിവാറിനേക്കാൾ വലിയ വർഗീയതയും ഫാസിസവും നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ്. പ്രതിപക്ഷത്തിൻ്റെത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമെന്നാണ് വിവാദങ്ങളിൽ മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചത്. ഒരു വിമുഖതയല്ലായിരുന്നു. നമുക്ക് പിന്നെ പത്രങ്ങളിലുണ്ടായിരുന്നത് 6-ാം തീയതി 5-6 അല്ലേ, 5-6 എന്നുള്ള നിലയിലാണ് നേരത്തെ കണ്ടിരുന്നത്. അത് പെട്ടെന്ന് മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു 7-7 മണിയോടുകൂടി അതിൻ്റെ അവധി പ്രഖ്യാപിച്ചു. അതിനൊരു പിന്നെ പ്രതിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത് ചെറിയ കാര്യം കിട്ടിയാലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയ വിഷം കലക്കാൻ ശ്രമിക്കുന്നവരാണ് അവധി വിവാദത്തിന്റെ പിന്നിലെന്ന് നിലമ്പൂർ LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. വളരെ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സർക്കാരിൻ്റെ നയപരിപാടികളും മറ്റും പരിശോധിക്കപ്പെടേണ്ട വേദി, ഇതൊക്കെയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ്. എന്നാൽ ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാരണം അവർ ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അശക്തരായി എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ശൂന്യതയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെറും ബഹളമാണ്. എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് B. ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, പറയൂ നിലമ്പൂരിലെ വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ് അഗെയിൻ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. വിവിധ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങളായിരുന്നു ആദ്യം UDF പ്രചരണായുധമാക്കിയത്. അതിന് തിരിച്ചടി എന്നോണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പരാമർശം അത് LDF രാഷ്ട്രീയ ആയുധമാക്കി. അത് കൂടുതൽ സജീവമാക്കുന്നതിനാണ് ഇപ്പോൾ LDF തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു കൂട്ടായ്മ നിലമ്പൂരിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല, ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, ക്ഷേമ പെൻഷൻ അവകാശമാണ്. ഇതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും. അങ്ങനെ ഈ വിഷയം വളരെ സജീവമാക്കി നിർത്തുക, ക്ഷേമ പെൻഷൻ വിഷയം സജീവമാക്കി നിർത്തുക എന്നതാണ് LDF ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, അവധിയുമായി ബന്ധപ്പെട്ട വിവാദം, അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാക്കുന്നതിനുള്ള തീരുമാനമാണ് UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് പെരുന്നാൾ അവധി നേരത്തെ കലണ്ടറിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ 10 ദിവസം മുമ്പ് തന്നെ മതപണ്ഡിതന്മാർ ബക്രീദ് ശനിയാഴ്ചയായിരിക്കും എന്ന് അറിയിച്ചിരുന്നു. അപ്പോഴൊന്നും ഒരു തീരുമാനമെടുക്കാതെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവധി മാറ്റിവെച്ച കാര്യം സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന കാര്യം രാത്രിയോടെയാണ് സർക്കാർ തീരുമാനിച്ചത്. അതായത് അതൊരു ഒഴിവാക്കാമാവുന്ന ഒരു വൈകിയുള്ള ചില നടപടികളായിരുന്നു. നേരത്തെ തന്നെ സർക്കാരിന് ആ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാമായിരുന്നു. ഏതായാലും ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ വിഷയം വളരെ സജീവമാക്കി നിർത്തുന്നതിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇങ്ങനെ വിഷയങ്ങൾ ഓരോന്നും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. SK